ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അനിൽ ഫ്രം സെറ്റ് ടോക്സ്. എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? അതെ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ടോല്ലോ, നമ്മൾ പാത്തുവിന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ആലോചിക്കുന്നുണ്ടോ എന്താണ് ബോക്സിനകത്ത് എന്നുള്ളത്? ബോക്സ് ഇതാ നമ്മുടെ കയ്യിലുണ്ട്. ബോക്സ് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്ത പോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആമസോണിൽ ഓർഡർ ചെയ്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്ത് അവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതാ ഇരുത്തിട്ടുണ്ട് പാത്തു. അപ്പോൾ പാത്തുവിനെ നമ്മൾ കൊണ്ടു കൊടുക്കല്ലേ? പാത്തു റെഡി അല്ലേ? ഒരു സർപ്രൈസ്. യെസ്, തുറന്നു നോക്കിയാ എന്താ സംഭവം? കുലുങ്ങുന്നുണ്ടോ? പ്രാങ്ക് ആയിരുന്നു. നല്ല പ്രാങ്ക് അല്ലേ? ഇല്ല, തരൂല. അതെ, ഒരു കാര്യം പറയട്ടാ, നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് ഈ സർപ്രൈസ് തരാൻ വേണ്ടി ഈ ഫോണിലെ കൂടി ഒരു സ്ഥലത്തേക്ക് പോകണം. ഫോണൊന്നും തരൂല, ആ സ്ഥലത്തേക്ക് പോവാ. എന്നാ ഫോൺ ഓൺ ആക്കിട്ട് സൂം ഓൺ ആക്ക്. പോവാ. റെഡി, സ്റ്റഡി, ഗോ. അപ്പൊ പത്തു, ഇതാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ്. ഇവരല്ല, ആക്ച്വലി നമ്മളിപ്പോ അപ്പോളോ ഡി വെലോയില് വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോളോ ഡി വെലോ നമ്മുടെ കാലിക്കറ്റിലെ വൺ ഓഫ് ദ ലീഡിങ് ജ്വല്ലറീസിൽ ഒന്നാണ്. നല്ല ഇന്റീരിയർ സെറ്റപ്പ് ഒക്കെ ഉള്ള നല്ല ഒരു ഡിസൈനർ ജ്വല്ലറി എന്നൊക്കെ പറയാം അല്ലെ. ആ ഒരു സെറ്റപ്പിലെ ജ്വല്ലറിയിലേക്കാണ് നമ്മൾ വന്നിട്ടില്ലേ. അപ്പൊ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് വന്നാണ്. അപ്പൊ പാത്തുവിന് ചെറുതായിട്ടൊരു ഷോപ്പിങ്, ഇവർക്ക് വേണ്ട സാധനം ഇവിടെ നിൽക്കാം. വലിയ പൈസ ഉണ്ടല്ല, ഒരു മിതമായ റേറ്റിന്റെ. കുറെ കാലമായി ഇവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്ന് വാങ്ങിക്കൊടുക്കാനൊരു തോന്നല്. അങ്ങനെയാണ് നമ്മളിപ്പോ ഇവിടെ വന്നിട്ടില്ലേ. അപ്പോ നമ്മളെ കൂടെ ഇപ്പൊ ഉള്ളത് മിസ്റ്റർ അനന്ത്നാഥ്, നമ്മളെ അപ്പോളോ ഡി വെലോയിലെ ഒരു സ്റ്റാഫാണ്. അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരും. നിന്റെ മനസ്സിൽ കുറെ ഡൗട്ട് ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ അനന്ത്നാഥ് ബ്രോ ഒന്ന് പറഞ്ഞാട്ടെ, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് നമ്മൾ കൊണ്ടാട്ടിക്ക്. ഹായ് മാഡം, വെൽക്കം ടു അപ്പോളോ ഡി വെലോസ് വെർച്വൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. മാഡത്തിന് നമ്മൾ സാറിന് മുമ്പ് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. മാഡത്തിന് ഞാനത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ നിന്നെ കൂട്ടാണ്ട് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ആദ്യം നമ്മൾ ഇവരെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കോൾ സെറ്റ് ചെയ്യുക. ആ സമയത്ത് ഞാൻ ചെറിയൊരു ഹിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള സംഭവങ്ങൾ അവർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഇങ്ങനെ ഒരു വെർച്വൽ ഷോപ്പിംഗ്, അതായത് ഇത് ഓൺലൈൻ ഷോപ്പിംഗ് അല്ല, നമുക്ക് വിർച്വലി കണ്ടിട്ട് വീഡിയോ കോൾ ഇതുപോലെ കണ്ടിട്ട് അവർ ഓരോ ഐറ്റംസ് നമുക്ക് കാണിച്ചു തരും, ഓരോന്നെടുത്ത് പരിചയപ്പെടുത്തരും. പിന്നെ നമുക്ക് വേണ്ട ഡിസൈൻസും കാര്യങ്ങളും അവരോട് ആവശ്യപ്പെട്ട് അവർ ചെയ്തുതരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ ആദ്യം അവരെ വിളിച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനുണ്ട്. അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് ആദ്യം അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അനന്തനാഥ് ബ്രോ, നമ്മുടെ കൊണ്ടാട്ടിക്ക് ഇപ്പൊ ഒരു സെറ്റപ്പ് ആയില്ല, ഒന്ന് ശരിയാക്കി കൊടുത്തത്. സാറ് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ഐറ്റംസ് സെറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നേരിട്ട് കാണാം. ഓക്കെ, പെട്ടെന്ന് ആയിക്കോട്ടെ, സമയം കളയണ്ട. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്യാൻ തന്നെ കാര്യം എന്താ വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഇവക്ക് ഒന്നാമത് എന്താ പ്രശ്നം എന്നറിയാം, ജ്വല്ലറി കേറുമ്പില്ല ഒരു ജ്വല്ലറിന്റെ ഫീൽ കിട്ടിയില്ല എനിക്ക്. ഒക്കെ കാണിച്ചുതരാം. അപ്പൊ ആദ്യം നമ്മള് കുറച്ച് റിങ്സ് അല്ലേ എടുത്ത് വെച്ചേ? അതെ, റിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റിങ്സ് കാണിക്കാം. ഇത് നമ്മുടെ ആന്റിക് ടച്ചിൽ വരുന്ന പേൾ, റൂബി, എമറാൾഡ് മിക്സ് വരുന്നൊരു റിംഗ് ആണ്. 18 കാരറ്റിലാണ്. കിടക്കട്ടെ, നീ വലിയ റിംഗ് ഉണ്ടല്ലോ ഇല്ലേ? പാർട്ടി വെയർ. പാർട്ടി വെയർ. പാർട്ടി വെയർ. ഓക്കെ 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 ഓക്കെ. എത്ര ക്യാരറ്റ് അത്? ക്യാരറ്റ് അല്ല, വെയിറ്റ് ആണ് വരുന്നത്. 12 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 12 ഗ്രാം അല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായി. അങ്ങനെ പാത്തു നല്ല ചോപ്പും പച്ചയും കല്ലൊക്കെ ഇത്ര വലുത് വേണ്ടത്ര ബ്രോ, കുറയട്ടെ. അപ്പൊ നമുക്ക് പ്രൈസും കുറച്ച് കുറയും, അതാണല്ലോ വേണ്ടത്.
ഇത് വരുന്നത് ടേമറിൻ വിത്ത് എമറാൾഡ് ആണ്. നല്ല ഭംഗിയുണ്ട്. ഇത് വലിപ്പം കുറവാണ്, കുറച്ച് നൈസുമാണ്. ഇത് എത്ര ഗ്രാമാ? ഇത് വന്നിട്ട് ഇതും 12 grams ആണ് വരുന്നത്. 12 ഗ്രാം അല്ലേ? നൈസ് ആയിരിക്കും. ഓക്കെ, അടുത്ത കാണിച്ചേ. ഇത് നൈസ് അല്ലേ? ഇഷ്ടായി. ഇത് കൊള്ളാട്ടാ. ഇതും ടേമറിൻ സ്റ്റോൺ വരുന്നത്, വൈറ്റ് സ്റ്റോൺസ്. ഓക്കെ, ഇത് വെയിറ്റ് കുറവാണ്, 10 grams വരുന്നത്. അപ്പൊ 2 ഗ്രാമിന്റെ പൈസ. അതെ, 2 ഗ്രാമിന്റെ പൈസ. അത് മാറ്റി വെച്ചോ, അതൊന്ന് മാറ്റി വെച്ചോ. എനിക്ക് ഇഷ്ടായി, നല്ല ഭംഗിയുണ്ട്. മീനാകാരി വർക്ക് വരുന്നതാണ്. അത് കുറച്ച് വലിപ്പം കൂടുതലാണ്. അത്ര വലിപ്പം നമുക്ക് വേണ്ട. പിന്നെ വരുന്നതും ഒരു ആന്റിക് ടച്ച് ഉള്ള ഐറ്റം ആണ്. കാണിച്ചേ. ഇത് ആദ്യം കാണിച്ച പോലെ തന്നെ അല്ലേ? മാറ്റി വെച്ച കുറച്ചുകൂടി ആന്റിക് ടച്ച് ആണ് വരുന്നത്. സെൻട്രൽ എമറാൾഡ് സ്റ്റോൺ ആണ് വരുന്നത്. അപ്പൊ നേരത്തെ മാറ്റി വെച്ചല്ലേ, അത് മാറ്റി വെച്ചിട്ട് ഇത് മാറ്റി വെച്ചേ. ഇത് രണ്ടോ അല്ലേ? അതില് ഇപ്പോഴത്തെ ഇപ്പൊ കാണിച്ചതല്ലേ, അത് ഇഷ്ടമായി. അത് എത്ര ഗ്രാംസ് ആണ് ഇപ്പൊ കാണിച്ചത്? ഇത് 13 grams വരുന്നുണ്ട്. 18 ഗ്രാം. ഓക്കെ, 18 അല്ല 13. 13 ഗ്രാംസ്. ഓക്കെ, എന്ന് മാറ്റി വെച്ചു. 13 ഗ്രാം കൂടി. നമ്മൾ ആണുങ്ങൾക്ക് എപ്പോഴും ഇവരിങ്ങനെ സ്വർണ്ണം ഇങ്ങനെ നോക്കുമ്പോൾ ആ തൂക്കത്തിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതുണ്ടാവും. ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വിലയിലും അല്ലേ? അതെ. ബ്രോ, നമ്മൾ നേരത്തെ കുറച്ച് ഇത് പറഞ്ഞിട്ടുണ്ടായില്ലേ, കമ്മല് പറഞ്ഞിട്ടുണ്ടായില്ലേ? ഇയറിംഗ്സും നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡയമണ്ട്സ് ആണ്. എന്നാ ഡ്രസ്സല്ലോ അത് അതിൽ ആ റൗണ്ട് കണ്ടാ അങ്ങനെയുണ്ട്, അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂന്നാമത്തെ റോയില് മൂന്നാമത്തെ അതൊന്ന് കാണിച്ചേ ബ്രോ. അത് കണ്ടോ? അത് നല്ല ഭംഗിയുണ്ട്, നല്ല ഡ്രസ്സല്ലേ? പക്ഷെ എനിക്ക് ഇപ്പൊ ഞെട്ടിട്ടുള്ള പോലെ ഉണ്ടോ? ഇട്ടിട്ടുള്ളത് ഏതാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇത് നല്ല ഓൾമോസ്റ്റ് സെയിം ആട്ടാ. പക്ഷെ അതിന്റെ ഒരു ഓവൽ ഷേപ്പ് ആണത്. അത് മാറ്റി വെക്കാൻ ഭംഗിയുണ്ട്. അതൊന്ന് മാറ്റി വെച്ചേ. ഇത് രസമുണ്ട് കേട്ടാ. ഇതില് ആ ഒരു റെഡ്, അതെന്താ റൂബി സ്റ്റോണാ വരുന്നത്? ചെറുത് കാണുന്നത്. അതൊന്ന് കാണിച്ചു, കുറച്ചുകൂടെ ഒന്ന് അടുത്ത് കാണിക്കോ? അത് നല്ല ഭംഗിയുണ്ട്. അതിൽ ചെറുതുണ്ടെങ്കിലും കാണിച്ചോട്ടോ. അല്ല, ഇത് നല്ല രസമുണ്ട്, ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇത് മാത്രം മാറ്റി വെക്കുന്നിരിക്കുന്നല്ലേ? അതൊന്ന് മാറ്റി വെച്ചു. ഇത് ചെറിയ ഗ്രാം. ഇതിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞ. ഇത് 3 grams ആണ് വരുന്നത്. ആക്ച്വലി 3 ഗ്രാം അല്ലേ സെറ്റ്? അപ്പൊ ഇപ്പൊ തന്നെ തീരുമാനം. അല്ല, ഡയമണ്ട്സ് ഉണ്ട്. ഇല്ല, ഡയമണ്ട്സും കുറവാണ്. ഒരു 30 cent ഡയമണ്ട്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് പ്രൈസ് അറിയാൻ പറ്റുമോ? ഞാൻ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ഡൗട്ട് വെച്ചിട്ട്, ഇതിപ്പോ നിങ്ങള് ഒരു ചെറിയ ഐറ്റംസ് ഇങ്ങനെ കാണിക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാവല്ലോ. അപ്പൊ ഇപ്പൊ വലിയ ഐറ്റംസ് ഒക്കെ ഷോപ്പ് ചെയ്യണവർക്ക് എന്താ ചെയ്യാ? അവർക്ക് ഇങ്ങനെ വെർച്വൽ ഷോപ്പിംഗ് നടത്താൻ പറ്റും? അതായത് ഇപ്പൊ വെഡിങ് ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നവര്, വലിയ മാലൊക്കെ നോക്കുന്നവർക്ക്. അല്ല, എന്റെ ഒരു ഡൗട്ട് വെക്കുന്നതാ. തീർച്ചയായിട്ടും അതില് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് വെർച്വൽ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് നെക്ലേസ് ആണ്. ബ്രോ, നമുക്കിപ്പോ നെക്ലേസ് വാങ്ങാനുള്ള പ്ലാൻ ഒന്നും ഇല്ല. ജസ്റ്റ് അങ്ങനെ ചോദ്യം ഞാൻ ചോദിച്ചോണ്ട് കാണിച്ചു അല്ലേ, നമ്മള് പറയണേ, നമ്മളത് വാങ്ങുന്നില്ല. ഇത് മദർ ഓഫ് പേൾ ആണ്. മദർ ഓഫ് പേളാ? ഓക്കെ, നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറച്ചും കൂടി ഹെവി ആയിട്ട് വരുമ്പോൾ പക്ക ആന്റിക് ടച്ചിലേക്ക് ഈയറായിട്ടുണ്ട്. ഇത് മറ്റേ ഒരു നോർമൽ സ്റ്റോൺസ് ആണ്. സിർക്കോണിയം സ്റ്റോൺസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് അതെ സിർക്കോണിയം സ്റ്റോൺസും കുന്തൻ സ്റ്റോൺസും ആണ് വരുന്നത്. കുന്തൻ സ്റ്റോൺ. നല്ല കളക്ഷൻ. തീർച്ചയായും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സ്റ്റോറിലേക്ക് വരാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ. ഇല്ല, സ്റ്റോറിലേക്ക് നമ്മൾ എന്തായാലും വരും. നമ്മൾ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എന്തായാലും വരും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതാണ് ഒന്നും കൂടെ നല്ലതെന്ന്.
വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ക്യാമറ നോക്കിട്ട് അതെടുത്ത് ഇതെടുത്ത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നമുക്ക് പറയാം. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോ ഇങ്ങനെ കൊറേ സമയം പോവൂലേ? ഇങ്ങനെ എത്ര ആള് വിളിച്ച് ഇങ്ങനെ ചെയ്യും? അങ്ങനെ ടൈം ലിമിറ്റ് ഉണ്ടോ? ഓരോ വീഡിയോ കോളിന് ഇത്ര ടൈം ലിമിറ്റ് അങ്ങനെ നമ്മള് ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ടൈം പീരീഡ് കൊടുക്കുന്നുണ്ട്. അതായത് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം. പിന്നെ അതിൽ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് സാറിന് പർച്ചേസ് ചെയ്യാം. അല്ല, ഈ സാറ്റിസ്ഫാക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നേ. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങി, പക്ഷെ നമുക്ക് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര രസമായിട്ടില്ലെന്ന് വെച്ചോ, അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാം? റിട്ടേൺ എടുക്കുവോ? ഒരു 1 വീക്ക് ടൈം ഉണ്ട് സാറിന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനുള്ള. 1 വീക്കിനുള്ളിൽ റിട്ടേൺ ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറെ പീസ് എടുക്കാം. അതുപോലെ പേയ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയല്ലേ? പേയ്മെന്റ് എല്ലാ രീതിയിലുള്ള ഓൺലൈൻ പേയ്മെന്റ്സ് അവൈലബിൾ ആണ്. ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ, എല്ലാ രീതിയിലുള്ള ട്രാൻസാക്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ. അല്ല, അപ്പോ ഇതുണ്ടോ ക്യാഷ് ഓൺ ഡെലിവറി? ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 to 2 days കൊണ്ട് നമ്മൾ എത്തിച്ചു തരും. 1 to 2 days കിട്ടും. ഇപ്പൊ ഇൻ കേസ് പെട്ടെന്ന് ഒരു എമർജൻസിയിൽ വേണ്ടി വന്നാലും, അല്ല അങ്ങനെ എമർജൻസി അധികം ഉണ്ടാവും. അല്ല, എന്റെ കേസ് അല്ല ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഒരു നിക്കാഹ് ഫിക്സ് ആയി, മറ്റന്നാള് നിക്കാഹ് നടത്തണം എന്ന് പറഞ്ഞ്, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും നിങ്ങൾ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? ഇല്ല, അങ്ങനെ വല്ല എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എത്തിച്ചു തരുന്നതാണ്. എമർജൻസി അല്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചതാണ്. ചിലയിടത്തെല്ലാം പെട്ടെന്ന് നിക്കാഹെല്ലാം ഫിക്സ് ചെയ്യൂലോ, പെട്ടെന്ന് വേണ്ടി വരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, അപ്പൊ നമുക്ക് പ്രൈസ് ഒക്കെ ഒന്ന് പറയാല്ലേ? അല്ല, എനിക്ക് ആ കുന്തൻ ഒന്നും കൂടെ കാണിച്ചു തരോ? ആ കുന്തൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതല്ല, ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ നിഹാലിന്റെ കല്യാണത്തിന് മേടിക്കും. ഈ 2 ഐറ്റത്തിന്റെ പ്രൈസ് അല്ല അറിയണ്ടോ? മാറ്റി വെച്ച 2 മോതിരവും പിന്നെ ഒരു 2 ഇയർ റിംഗ് മാറ്റി വെച്ചിട്ടില്ലേ, അത് 2. ഈ ഒരു ഇയറിംഗ് വന്നിട്ട് 36,000 വരുന്നുണ്ട്. 36,000. ഓക്കെ. ഇത് കുറച്ചും കൂടെ കുറയും, ഒരു 30,000 വരും. ഇതാവും ചെറിയ ഡിഫറൻസ് വരും. ഓക്കെ. പക്ഷെ അത് മറ്റേ നിന്റെ ഓൾറെഡി ഇല്ലല്ലോ. റൂബി മാറ്റി. എന്തിനാ നമുക്ക് റൂബിന്റെ? നിങ്ങൾക്ക് നിന്റെ സാധനം മതി, റൂബിന്റെ ഒന്നും സാധനം നമുക്ക് വേണ്ട. റൂബി എനിക്കില്ല, റൂബി സ്റ്റോൺ എന്റെ ഇല്ല. ഓക്കെ. പിന്നെ നമ്മൾ 2 റിംഗ് നോക്കിണ്ടായിരുന്നില്ലേ, അതില് ഇത് വന്നിട്ട് 73 വരുന്നുണ്ട്. മറന്നളാ. ഇത് 61 വരുന്നുണ്ട്. ഇതാണ് ഇഷ്ടമായത്. 73 ഇഷ്ടമായത്. അത് കുറച്ചുകൂടി ഭംഗി. അതെ, കുറച്ചുകൂടി ഒരു നല്ല വർക്കാണ്, ആന്റിക് ടച്ച് വർക്കാണ്. ഗോൾഡ് കൂടുതലുണ്ട് കുറച്ചുകൂടെ. റിംഗ് എടുക്കണോ ഇയർ റിംഗ് എടുക്കണോന്ന് വെച്ചാല് ഞാൻ പറയല് 2ലും റിംഗ് ഉണ്ട്. അതെ, അപ്പൊ ഇയർ ആണല്ലേ കാറ്റോടുന്ന റിംഗ് ആണല്ലേ. നോക്കട്ടെ, ഒന്നും കൂടെ കാണിച്ച ഇയർ റിംഗ് റിംഗ് 2 ഇതല്ലേ பார்த்து നല്ല ക്യൂട്ട്, സ്മോൾ ആണ്, ക്യൂട്ടാണ്. റിംഗ് ഇപ്പൊ നിന്റെ കയ്യിൽ നോക്കിയാ 1 ഈ കൈക്ക് 2 എണ്ണം കൊറേ ഉണ്ട്. അപ്പൊ നമുക്ക് ഇയർ റിംഗ് ആയിരിക്കും നല്ലേ. അല്ലേ? സോറി കേട്ടോ. ഇഷ്ടമുള്ള എടുത്തോന്നല്ലേ എനിക്ക് പറഞ്ഞേ. ഏതാ നോക്കുന്നത് പറഞ്ഞോ? ഇഷ്ടമായി വേണ്ടല്ലേ? ഇങ്ങനെ ഈ വെറും എമറാൾഡ് മാത്രമുള്ള റിംഗ് ഉണ്ടോ? സൈഡിലൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ എമറാൾഡ് മാത്രം നമ്മൾ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരും മാഡം. ചെയ്തു തരുമല്ലോ, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമല്ലേ? ഓക്കെ. അതെന്നാ അത് നെക്സ്റ്റ് ടൈം ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് വരുമ്പോ തീർച്ചയായിട്ടും. ലോക്ക്ഡൌൺ ടൈമിൽ നമ്മള് കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതും മുൻപേ ഇതേപോലെ ചെയ്യാം. ആദ്യം ഞാൻ ചോദിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് വെർച്വൽ ഷോപ്പിംഗ് മാത്രമാണോ അല്ലെങ്കിൽ അവിടെ ആൾക്കാർ വരുന്നുണ്ടോ? അതെ, ഇതേപോലെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് മാഡത്തിന് വേണമെങ്കിൽ വരാം. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോ നമ്മള് സേഫ്റ്റി
എന്തെങ്കിലും നിങ്ങൾ എൻഷുർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ രീതിയിലുള്ള കോവിഡ് പ്രോട്ടോകോൾസും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. വരുന്ന കസ്റ്റമേഴ്സിന് ടെമ്പറേച്ചർ ചെക്ക്, അതേപോലെ സാനിറ്റൈസേഷൻ, പിന്നെ ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ഗ്ലൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇടുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളും ഗ്ലൗസ് ഇട്ട് തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്ന കസ്റ്റമർ. അപ്പൊ എന്താ തീരുമാനിച്ചത്? ഇയറിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഇങ്ങനെ കൺഫ്യൂസ്ഡ്. അല്ല, ഇയറിംഗ് മതി. അപ്പൊ നമ്മൾ ഇയറിംഗ് നമ്മൾ റെഡിലേക്ക് നമുക്ക് തീരുമാനിക്കാം. ഫൈനലൈസ് ചെയ്യാം അല്ലേ? നല്ല ഭംഗിയില്ല അത്? അടിപൊളിയാണ്. ഞാൻ കണ്ടതിൽ ചുറ്റും നല്ല ഇയറിംഗ് ഇതാണ്. ഓക്കെ ബ്രോ, അത് നമുക്ക് സെറ്റ് ആക്കാം. വേറെ എന്തെങ്കിലും ജുവൽ ഐറ്റംസ് നോക്കാനുണ്ടോ? ഇല്ലില്ല, ഇപ്പൊ ഇത് മതി നമുക്ക്. ഓക്കെ, ഇനിയും നോക്കാൻ നിന്ന പ്രശ്നമാണ്. ഓക്കെ ഓക്കെ. പക്ഷെ നിങ്ങളെ സ്റ്റോറിലേക്ക് എന്തായാലും ഒരു ദിവസം വരണം നമുക്ക്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റോർ കാണിച്ചു തരാൻ പറ്റുമോ? സ്റ്റോറിന്റെ ഒരു ഓവറോൾ വ്യൂ മാഡത്തിന് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഇത് ശരിക്കില്ലേ നിനക്കിത് ഫുള്ള് ഇടുവോ വീഡിയോ? ഇത് ഫുള്ളൊന്നും ഇടൂല കേട്ടോ, നമ്മൾ കുറെ കട്ട് ചെയ്യുന്നുണ്ട്. നേരം ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത സാധനങ്ങളായിട്ട് മിക്കവാറും എനിക്ക് കാണിക്കാം. കുറേ സാധനങ്ങൾ മൂപ്പര് കാണിച്ചു. എനിക്ക് ആവശ്യമില്ലാത്ത വളകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വാങ്ങാനൊന്നും പ്ലാനില്ല, പക്ഷെ വെറുതെ അതിന്റെ ഭംഗി കാണാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണിക്കൂല. അനന്തനാഥ് ബ്രോന്റെ ഭയങ്കര പേഷ്യൻസ് ആട്ടാ. എല്ലാം പാത്തിങ്ങനെ അത് കാണിച്ച് ഇത് കാണിച്ചെന്ന് പറയുമ്പോ കറക്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു. താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ബാർകോഡ് പ്രൈസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫൈനൽ പ്രൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡിസ്കൗണ്ട് എന്തായാലും ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈനൽ റേറ്റിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാനേജറെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആൾക്ക് ഞാൻ പെട്ടെന്ന് വിളിക്കും. മൂപ്പരോടാണെങ്കിൽ ഞാൻ സംസാരിക്കാം. പെട്ടെന്ന് ഓക്കെ, അങ്ങനെയാണ് ഞാൻ കോൾ ചെയ്യാൻ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഓക്കെ I'm good, thank you. എന്താണ് വിശേഷം? സുഖല്ലേ? സുഖമായിട്ട് പോകുന്നു. ഞാൻ നിങ്ങളൊന്ന് കാണാൻ നിൽക്കായിരുന്നു. നമ്മൾ ഈ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി കാര്യമായിട്ട് കാണാൻ നിൽക്കായിരുന്നു. താങ്ക് യു. എന്റെ പേര് ഷാഹി എന്നാണ്, ഞാൻ സ്റ്റോർ ഹെഡ് ആണ്. അപ്പോ നിങ്ങള് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചല്ലോ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? ഷോപ്പിംഗ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഒരു വെർച്വൽ ഷോപ്പിംഗ് ചെയ്ത് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വെർച്വൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണിട്ട്. നമ്മളിങ്ങനെ സ്റ്റോറിൽ വന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ നോക്കി അതും അവരോട് സൂം ചെയ്ത് കാണിക്കാൻ പറയാ, അതിന്റെ വേറെ പാറ്റേൺസ് കാണിക്കാൻ പറയാ. അപ്പൊ അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് ഒരാളെ കുറെ ഇടങ്ങേറാക്കാം. അതെ, ആക്ച്വലി കോവിഡ് ടൈമിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഇതാണല്ലോ. അതെ എനിക്ക് തോന്നുന്നത് ഇതാണ് നല്ല കാര്യം. നമ്മളങ്ങനെ ഷോപ്പിൽ വന്നാലും നിങ്ങളെ മുഖം കാണാൻ പറ്റില്ലല്ലോ, നിങ്ങൾ ഈ മാസ്ക് ഒക്കെ വെച്ചിട്ട് അതാകുമ്പോ നമുക്ക് മുഖം കാണാം, ഇന്ററാക്ട് ചെയ്യാം, പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഷോപ്പിൽ വന്നാൽ എല്ലാവരും കവേർഡ് ഫേസസും ടെൻഷൻ പിടിച്ച ഫേസ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് മുഖാമുഖം സംസാരിക്കാലോ. അതെ സത്യം. പിന്നെ നിങ്ങള് ഇവര് അടിപൊളിയായിരുന്നു കേട്ടോ, ആനന്ദ് ബ്രോ അല്ലേ? അവര് നല്ല സർവീസ്, ഭയങ്കര ക്ഷമ കേട്ടോ മൂപ്പർക്ക്.
നല്ല അടിപൊളിയാളായിരുന്നു. അതുപോലെ ഇപ്പൊ എങ്ങനെ പൊതുവെ എങ്ങനെ വെർച്വൽ ഷോപ്പിങ്ങിനെ പറ്റി എന്താണ് അഭിപ്രായം പൊതുവെ? ഇപ്പൊ നമ്മള് കൂടുതൽ കസ്റ്റമേഴ്സിനെയും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ രീതിയിലേക്ക് വെർച്വൽ എക്സ്പീരിയൻസിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കാരണം എന്തായാലും ഈ കോവിഡ് ലോക്ക്ഡൌൺ കഴിഞ്ഞാലും കുറച്ചു കാലത്തേക്ക് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ ഒരു പേടിയുണ്ടാവും, ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ. അപ്പൊ ആ സമയത്ത് ആ സമയത്ത് നമ്മൾ കൂടുതലും ആൾക്കാരായിട്ട് ഈ വെർച്വൽ ഷോപ്പിംഗിലേക്ക് കൊണ്ടുപോകാനാണ് മനസ്സിലായി. പിന്നെ ഇതിന് ടൈം ബാറോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഔട്ട് ഓഫ് കേരള, ഔട്ട് ഓഫ് ഇന്ത്യ, എവിടെ വേണമെങ്കിലും അവിടെയൊക്കെ നിങ്ങൾ ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? മാക്സിമം നമ്മള് ഈ ഔട്ട് ഓഫ് മലപ്പുറം കേരളത്തിൽ എവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ തന്നെ നമുക്ക് അത് ഓപ്ഷനിലേക്കൊക്കെ പോകാം, ചെയ്യാം. അപ്പൊ ഇനി താങ്ക് യു സോ മച്ച്. നൈസ് ആയിരുന്നു, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി ബാക്കിയുള്ള നമുക്ക് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാം. ഞാൻ ഈ വീഡിയോ കോൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. പിന്നെ എന്തായാലും നമ്മൾ നിങ്ങളെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഷോപ്പിലെ വിഷ്വൽസ് ഒക്കെ ആനന്ദ്രോ കൊറേയൊക്കെ കാണിച്ചു തന്നെ ഭയങ്കര ഇഷ്ടമായി. ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ്, കളക്ഷൻസും ഭയങ്കര രസമുണ്ട്. അപ്പൊ എന്തായാലും ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമ്മള് സ്റ്റോർ എന്തായാലും യൂസ് ചെയ്യാൻ ഒരു ദിവസം നിങ്ങൾ നേരിട്ട് വരും. ഗായ്സ്, അപ്പൊ അതായിരുന്നു നമ്മളെ പാത്തുവിന് നമ്മൾ കൊടുത്തൊരു ചെറിയ സർപ്രൈസ് ആണ്. വലിയ ഭയങ്കര സംഭവം ഒന്നല്ല, പക്ഷെ ചെറിയൊരു സർപ്രൈസ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആക്ച്വലി നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പൊ കോവിഡ് ആണ്, പൈസ ഇല്ല, പണിയില്ല, ആ സമയത്ത് നിങ്ങൾ സ്വർണം വാങ്ങുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ സ്വർണം വാങ്ങുന്നത് ഒരിക്കലും ഒരു പാഴ്ചെലവായിട്ട് ഇങ്ങനെ കണക്കൂട്ടാൻ പാടില്ല. അത് ഞാൻ കുറച്ച് വൈകി മനസ്സിലാക്കിയ ആളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏർലി സ്റ്റേജിൽ നമുക്ക് ആണുങ്ങൾക്ക് എങ്ങനെയും സ്വർണത്തിനോട് എന്തിനാ ഇവളിങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുന്നില്ല ചിന്ത വരും. പക്ഷെ അല്ല, അങ്ങനെ ഒരു ചിന്ത പൊതുവെ ആണുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. എന്തിനാ ഭാര്യമാർക്ക് ഇത്ര സ്വർണത്തിനോട് ഇത്ര ആർത്തിന്നല്ലോ. അല്ല, പൊതുവെ നിന്റെ കാര്യം, നീ സ്വർണം ഉപയോഗിക്കല്ലോ. ഓക്കെ, അത് ഞാൻ പറയുന്നത് ഈ സ്വർണം വാങ്ങുന്നത് ഒരു പാഴ്ചെലവായിട്ട് നമ്മൾ കൂട്ടാൻ പറ്റില്ല. കാര്യം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾക്ക് എപ്പോഴും കാറ് അങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം കൂടുതലുണ്ടാവും. ഇപ്പോൾ ഒരു കാറ്, അതായത് നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂലുള്ള ഒരു കാറാണ് ടൊയോട്ടൻ്റെ കാറ്. ഇപ്പോൾ ടൊയോട്ടൻ്റെ കാര്യം നോക്കിയാൽ തന്നെ ഒരു 2010 ഒരു ഫോർച്യൂണർ ഒരാൾ വാങ്ങുന്നെങ്കിൽ ഒരു 18-20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 2020-21 ആകുമ്പോഴേക്ക് ഏകദേശം 9 ലക്ഷം, 8 ലക്ഷം, 8.5 ലക്ഷം, 9 ലക്ഷം ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടാവും. നേരെ മറിച്ച് ആ പൈസക്ക് സ്വർണം വാങ്ങി വെച്ചാൽക്ക് ഡബിളോ ട്രിപ്പിളോ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് 20-25,000 പവൻ ഉണ്ടായത് ഇപ്പം 40ൻ്റെ അടുത്താണ്. അപ്പോൾ ഏകദേശം ഡബിൾ തന്നെയാണ് കൂടിയിട്ടുള്ളത്, മൂല്യം കൂടിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഡിപ്രീസിയേഷൻ 2009 അത്രയും കുറവായിരിക്കും. അപ്പൊ ഇപ്പൊ 40ന് അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, കൂടുതലാണ്. അപ്പൊ നമ്മള് ആണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ് ഈ സ്വർണം ഗിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭാവിയിലേക്ക്. അപ്പൊ അത് ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന, നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വിർച്വൽ സംഭവം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി കാണിച്ചതാണ്. അത് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അത് നിങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള തോന്നലുമുണ്ട്. അതെ, അപ്പൊ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിക്കോ. നമ്മൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് അപ്പോളോ ഡി വാലുവിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കാം. അതേപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരോട് മനസ്സിലാക്കുകയും ചെയ്യാം. എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കിയോ. നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് തോന്നിയത്, നല്ല കളക്ഷനും ഉണ്ട്. അപ്പൊ അതായിരുന്നു നമ്മൾ പാത്തുവിന് കൊടുത്ത് ചെറിയൊരു സർപ്രൈസ്. ചെറുതായിട്ട് ഒച്ചയും കാര്യങ്ങളുണ്ട്, വീട്ടിൽ ചെറിയ പണി നടക്കുന്നുണ്ട്. അതിന്റെ എന്ത് പണിയാണ് എടുക്കുന്നതില്ല നമ്മൾ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത് ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്, അത് നിങ്ങളെ കാണിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു പണി ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാം. യെസ്, അപ്പൊ ഈ വീഡിയോ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ നമ്മൾ ഓടി വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയണ്ട കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ഭയങ്കര ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു. ആക്ടിങ്ങിന് ഒരുപാട് കമന്റ്സ് വന്ന് താങ്ക് യു. എനിക്ക് തോന്നുന്നു അതിൽ കുറെ ആൾക്കാർ നമ്മൾ അൽക്കുലത്തിലെ വീഡിയോ കണ്ടിട്ടുണ്ടാവൂല. എനിക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഹിറ്റ് ആയത്. അത് ഏകദേശം 700K 1 മില്യൺ അടുത്തേക്ക് എത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോ അതിലും എനിക്ക് അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലും തൊഴിലാക്കരുത്. പക്ഷേ അപ്പൊ നമ്മൾ ഈ വീഡിയോ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ. So friends, thank you so much for watching our video. If you find this interesting,
പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ പോവാം. അപ്പം ശരി, ബൈ.